ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ചാടി വരും ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ ആ പെണ്ണിൻ്റെ ലൈവ് വീഡിയോ. നിറയെ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ. എന്നാലും എന്തിനാണ് പെണ്ണെ ആ ചേച്ചിയെ തേച്ചതെന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ഒരേ കമ്പനിയുടെ ഡിഫറൻറ്റ് പ്രോഡക്ട്സ് പരീക്ഷിക്കുകയാണല്ലേ എന്ന് യുവാവിനോട് മറ്റു ചിലർ. 2 മക്കളുള്ള ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ അനുജത്തിയുടെ കഥയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്താടിയത്. എന്നാൽ ഇന്ന് ആൻറ്റി ക്ലൈമാക്സിൻ്റെ ദിനമാണ്. ആ അനുജത്തി പൊട്ടിക്കരഞ്ഞ് ജീവിതം ശപിക്കുന്ന ഒരു ഓഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്നു. ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയ അനുജത്തി ഇന്നിപ്പോൾ ചേട്ടത്തിയുടെ ഭർത്താവ് തേച്ച കഥയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. ഈ സംഭവങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് ആധികാരികമായി പറയാൻ കഴിയില്ല. എങ്കിലും തേച്ചൊട്ടിച്ചു എന്നതാണ് ഏറ്റവും പുതിയ തമാശ. മൊബൈൽ ഫോണൊക്കെ വിറ്റു. 2-3 ദിവസം കൊണ്ട് കയ്യിലെ പണമൊക്കെ തീർന്നു. അതോടെ അയാൾ അവളെ ഉപേക്ഷിച്ചു പോയി എന്നാണ് ഏറ്റവും പുതിയ ആൻറ്റി ക്ലൈമാക്സ്. ഇനി വല്ല അനാഥാലയത്തിലും പോയി മുസ്ലിം മതം സ്വീകരിച്ച് ജീവിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്ന ആ അനുജത്തിയുടെ ഓഡിയോ ആണ് ഇപ്പോൾ ബമ്പർ ഹിറ്റ്. അവരിട്ടിട്ട് പോയി, അജക്കിട്ടിട്ട് പോയി ചേച്ചിയുടെ ഭർത്താവ്. രണ്ടോട് തിരിച്ചു വന്നതായി പൈസക്ക് ഇതിന്റെ ഫോണൊക്കെ വിറ്റ്. അപ്പൊ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇതിലവിടെ നിൽക്കണോടൊക്കെ ഒരു കസ്റ്റൻ വിളിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക്. അവരിട്ടിട്ട് പോയി, അജക്കിട്ടിട്ട് പോയി ചേച്ചിയുടെ ഭർത്താവ്. ഇട്ടിട്ട് പോയി സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, ഓളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു ഓളൊക്കെ വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി വേണ്ട, ഇനിയിപ്പോ അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പൊ അവള് പറയും ഞാൻ മുസ്ലിം ആവുന്നു. ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ അനുജത്തിയുടെ വീഡിയോ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായ ഈ വീഡിയോയിൽ ചില ഭാഗങ്ങളിൽ അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് കൂടി ചിരിപൊട്ടും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക, നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൽ എനിക്ക് താല്പര്യമില്ല. എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ടാണ് സമ്മതം പൊള്ളിയത്. ഞാനും ഏട്ടനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ്. ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ. സത്യം പറഞ്ഞാൽ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. എനിക്ക് ഏട്ടനില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് ഏട്ടനും. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനൊന്നും വരണ്ട. ഇന്നുവരെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എല്ലാം ചെയ്തത്. ഏട്ടൻ വന്ന് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നുമല്ല ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാമെന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത്. ഈ കാര്യങ്ങൾ അയാളും ശരിവെക്കുന്നുണ്ട്. തങ്ങൾക്കിനി പിരിയാനാകില്ല എന്ന് പറയുന്ന യുവാവ് ഇനി 2 പേരെ കൂടി കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ വീഡിയോയിൽ ഒരു ഭാഗത്ത് പറയുന്നു. അതും വലിയ ട്രോളുകൾക്കിടവരുത്തി. എന്നാൽ ഇവരുടെ ജീവിതത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം ഏറ്റവും പുതിയ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാൻ. കാശൊക്കെ തീർന്നു, മൊബൈലടക്കം വിറ്റു. നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ അവൻ പോയി. ഗുരുവായൂരിലായിരുന്നു ഞങ്ങൾ. ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. അച്ഛനും അമ്മയും എന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഏട്ടനും ഉപേക്ഷിച്ചു. ഇനി അനാഥാലയത്തിലേക്ക് പോകും. മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും. ഇത്തരത്തിൽ പെൺകുട്ടി പറയുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ വാസ്തവം എന്താണ് എന്ന് വ്യക്തമല്ല. എങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ശബ്ദരേഖ പകർന്നൊഴുകുന്നു. ഒളിച്ചോട്ടത്തിനിടയിൽ ഓട്ടോറിക്ഷയിൽ വെച്ചായിരുന്നു യുവാവും യുവതിയും ഫേസ്ബുക്ക് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇനി ഞങ്ങളെ തിരക്കി വരേണ്ട എന്ന് വീഡിയോയിലൂടെ പറഞ്ഞ യുവതി അനാഥയായി ഇപ്പോൾ അനാഥാലയത്തിലേക്ക്. ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന നിരവധി ട്രോളുകൾ. ഇനി നിന്നെ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പരിഹാസം. അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞ നീ അനാഥാലയത്തിൽ പോയി ഒടുങ്ങ് എന്നൊക്കെ ചില കമന്റുകൾ. പലവിധ കാട്ടിക്കൂട്ടലുകൾ കേരളം കണ്ടിട്ടുണ്ട്. എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഭയാനക വെർഷനായിരുന്നു ഈ FB ലൈവ് വീഡിയോ. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്.
വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങളന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജുവിനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. സംഗതി ഇത്തിരി പൈങ്കിളിയാണല്ലോ എന്ന് കരുതി കഴിഞ്ഞ 1-2 ദിവസമായി നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. പൈങ്കിളിത്തരം എന്നതിലപ്പുറം ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ഫേസ്ബുക്കിലൊക്കെ ലൈവിട്ട് എന്തു തോന്നിവാസവും കാട്ടാം എന്ന് കരുതിയ ഒരു യുവതിയും ആ യുവാവിൻ്റെ കടുങ്കൈയാണ് അപാരം. അനുജത്തിയുമായി ഒളിച്ചോടുന്നു, അത് FB ലൈവ് വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഭാര്യയുടെ അനുജത്തിയെ തേച്ച് അവൻ കടന്നു കളഞ്ഞിരിക്കുന്നു. എന്തായാലും സംഗതി സൂപ്പർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.